ഈ പള്ളിയുടെ കൈവശാവകാശം 2 മുസ്ലിം ഫാമിലിക്കാണ്. അവരാണ് ഈ പള്ളി രാത്രി അടക്കുന്നതും രാവിലെ തുറക്കുന്നതൊക്കെ. ഈ പള്ളിയുടെ വാതിലിന്റെ താക്കോല് അവരുടെ കയ്യിലാണ്. അതായത് യേശു കുരിശിൽ മരിച്ച കാൽവരിയും യേശുവിന്റെ കല്ലറയും എല്ലാം ഉള്ളത് ഈ പള്ളിയുടെ ഉള്ളിലാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഹോളി സ്പെക്കൽക്കർ പള്ളിയിലാണ്. അതായത് യേശു കുരിശിൽ മരിച്ച കാൽവരിയും യേശുവിന്റെ കല്ലറയും എല്ലാം ഉള്ളത് ഈ പള്ളിയുടെ ഉള്ളിലാണ്. ഇപ്പൊ സമയം 8:15. 9 മണിക്ക് ഈ വാതില് അടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പള്ളിയുടെ കൈവശാവകാശം 2 മുസ്ലിം ഫാമിലിക്കാണ്. അവരാണ് ഈ പള്ളി രാത്രി അടക്കുന്നതും രാവിലെ തുറക്കുന്നതൊക്കെ. ഈ പള്ളിയുടെ വാതിലിന്റെ താക്കോല് അവരുടെ കയ്യിലാണ്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെയാണ് യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം ആചാരപ്രകാരം ശരീരത്തിൽ സുഗന്ധതൈലങ്ങളൊക്കെ പൂശി വെള്ളക്കച്ചയിൽ പൊതിയാൻ വേണ്ടി യേശുവിനെ കിടത്തിയ കല്ലുള്ളത്. വിശ്വാസികള് ഈ കല്ലിൽ വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കും. അതുപോലെ യേശുവിന്റെ കുരിശ് കണ്ടെത്തിയൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഇതിന്റെ മുകളിലാണ് കാൽവരി. യേശുവിനെ കുരിശില് ആണിയടിക്കുന്നതും യേശു കുരിശിൽ മരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ വിശദമായിട്ട് തന്നെ കാണിച്ചതാണ്. യൂട്യൂബിൽ എപ്പിസോഡ് 21 നോക്കിയാൽ മതി. ആ കാണുന്ന ഭാഗം കണ്ടോ, അവിടെയാണ് യേശുവിന്റെ കല്ലറ ഉണ്ടായിരുന്ന ഭാഗം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചത് കൊണ്ട് ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, ഈ വാതില് ഇപ്പോൾ അടക്കും. അതൊരു ചടങ്ങാണ്. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. രാത്രി 9 മണിക്കാണ് ഈ വാതിൽ അടക്കുന്നത്. ജെറുസലേമിലെ മുസ്ലിം ആധിപത്യത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദിന്റെ പിൻതലമുറക്കാരനായിരുന്ന ഗാലിഫ് ഉമർ അൽ ഖത്താബ് ഇവിടെ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ജെറുസലേമിലേക്ക് വരികയും ഈ കല്ലറപ്പള്ളിയിൽ വന്ന് അദ്ദേഹം ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വെച്ച കാല് തിരിച്ചെടുക്കുകയും ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ കയറാൻ പാടില്ല. ഞാൻ ഇവിടെ കയറിയാൽ അത് ഇവിടെ പിടിച്ചെടുക്കുന്നതിന് തുല്യമാകും. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. ഇത് ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുക്കും. അതുകൊണ്ട് ഈ ദേവാലയം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറാൻ വന്ന ഗാലിഫ് ഉമർ അൽ ഖത്താബ് തിരിഞ്ഞു പോവുകയും ചെയ്തു. അദ്ദേഹം വന്നതിന്റെ സൂചനയായിട്ട് ഇവിടെ ഈ പള്ളിയുടെ നേരെ മുമ്പിലായിട്ട് ഒരു മോസ്ക് സ്ഥാപിക്കുകയും ചെയ്തു. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും.